നമസ്കാരം. വാസ്തുവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വാസ്തുപ്രകാരം പണിയുന്നതായ വീടുകളിൽ ഊർജ പ്രവാഹം കൃത്യം തന്നെയായിരിക്കും. അതിനാൽ ആ വീടുകളിലെ അംഗങ്ങൾക്ക് അത് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. എന്നാൽ വാസ്തുദോഷം ഒരു വീട്ടിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ പല വിധത്തിലും തിരിച്ചടികൾ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. തൊഴിൽ നഷ്ടം സംഭവിക്കാം. അസുഖ ബാധിതരാകുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കാം. ഇത്തരത്തിൽ ഒരു വ്യക്തിയെ തകർക്കുന്നതായ തളർത്തുന്നതായ പല കാര്യങ്ങളും വാസ്തുദോഷത്താൽ ഒരു വീട്ടിൽ സംഭവിക്കാവുന്നതാണ്. അതിനാൽ ഒരു വാസ്തുദോഷമുള്ള വീടുകളിൽ പ്രധാനമായും കാണുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ വീടുകളിൽ ഈ ലക്ഷണങ്ങളുണ്ട് എങ്കിൽ വാസ്തുപ്രകാരമുള്ള കാര്യങ്ങൾ കൃത്യമാണോ എന്ന് നിങ്ങൾ തീർച്ചയായും ഒന്നുകൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ വാസ്തുദോഷം നിങ്ങൾ പരിഹരിക്കുന്നതാണ് ഉത്തമം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദോഷമായി ഭവിക്കുക തന്നെ ചെയ്യും. അതേക്കുറിച്ച്, അതായത് ആ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തേതായ ലക്ഷണം വിളക്കുമായി ബന്ധപ്പെട്ടാണ്. ഒരു വീട്ടിൽ തീർച്ചയായും ഏവരും വിളക്ക് തെളിയിക്കുന്നവർ തന്നെയാണ്. എന്നാൽ വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്ക് പെട്ടെന്ന് അണഞ്ഞു പോകുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല എന്നുള്ളതാണ്. ഒരു 10 മിനിറ്റ് പോലും തെളിയാതെ അണഞ്ഞു പോകുന്നതായ സാഹചര്യം, വീണ്ടും കൊളുത്തുകയും വീണ്ടും അണഞ്ഞു പോകുന്നതായ അവസ്ഥ, ഇപ്രകാരം നിങ്ങൾക്ക് പല അവസരങ്ങളിലും സംഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ വീടുകളിൽ വാസ്തുദോഷം ഉള്ളതിനാൽ കൂടിയാകാം. പലവിധ കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത്. മറ്റൊന്ന്, തുളസി, മുക്കുറ്റി, ശംഖുപുഷ്പം, തെച്ചി മുതലായ ദിവ്യസസ്യങ്ങൾ നിങ്ങൾ എത്ര തന്നെ പരിപാലിച്ചാലും അവ വീടുകളിൽ പിടിച്ച് നിൽക്കണം എന്നില്ല. അതായത് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകുന്നതായ സാഹചര്യം, കരിഞ്ഞു പോകുന്നതായ സാഹചര്യം വീണ്ടും നിങ്ങൾ വളർത്തുവാനായി ശ്രമിക്കും. എന്നാൽ വീണ്ടും ഇപ്രകാരം വീടുകളിൽ വളരാത്തതായ സാഹചര്യം, ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ആ ഭൂമിയുമായി ബന്ധപ്പെട്ടും ഗൃഹവുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങളാലാണ് ഈശ്വരാധീനം ആ വീടുകളിൽ ഇല്ല എന്നതിൻ്റെ സൂചന കൂടിയായി പരാമർശിക്കുവാൻ സാധിക്കും. നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവത്താലും ഈ കാര്യങ്ങൾ ഒരു വീട്ടിൽ സംഭവിക്കാവുന്നതാണ്. ഒരു വീട്ടിലെ സ്ത്രീ എന്ന് പറയുന്നത് ആ വീട്ടിലെ ഐശ്വര്യം തന്നെയാണ്. മഹാലക്ഷ്മി ദേവിക്ക് തുല്യരാണ്. എന്നാൽ ഒരു വീട്ടിലെ സ്ത്രീക്ക് അല്ലെങ്കിൽ ഗൃഹനാഥയ്ക്ക് എപ്പോഴും ശാരീരികമായ ക്ലേശങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ അത് ആ വീടിനെ ആകെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ വീടിന്റെ ഐശ്വര്യം തന്നെ നഷ്ടമാകുന്നതായ സാഹചര്യം ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീജനങ്ങൾക്ക് ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ, അതായത് ഒന്നിനു പുറകെ ഒന്നായി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, മാനസികപരമായ വിഷമതകൾ പോലും അവരെ ബാധിക്കാം. അതായത് എപ്പോഴും ഊർജ്ജസ്വലതയോടെ ഇരിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ, പലവിധ വിഷമങ്ങളോ ചിന്തകളോ ഉണ്ടാകുന്നതായ സാഹചര്യങ്ങൾ ആ സ്ത്രീകൾക്ക് സംഭവിക്കാം. വീടുകളിൽ നിത്യവും കലഹം, ഒരു ദിവസമെങ്കിലും കലഹമില്ലാത്ത ദിവസമേ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം കലഹിക്കുന്നതായ സാഹചര്യങ്ങൾ ആ വീട്ടിലേക്ക് വന്നു ചേരാം. ആഹാരം മഹാലക്ഷ്മി തന്നെയാണ്. അത് കേടായി പോകുന്നതായ സാഹചര്യം, പെട്ടെന്ന് തന്നെ കേടായി പോകുന്ന സാഹചര്യം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അത് കേടാകുന്നു എന്നുള്ളതാണ്. ഇത് പല ആവർത്തി സംഭവിക്കുന്നത് ശുഭകരമായ ഒരു കാര്യമല്ല. ആ വീടുകളിൽ മഹാലക്ഷ്മി കടാക്ഷമില്ല എന്നും ഈശ്വരാധീനമില്ല എന്നും അർത്ഥമാക്കാം. കൂടാതെ ആ വീടുകളിൽ വാസ്തു സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഇപ്രകാരം സംഭവിക്കാം. ഒരു വീട്ടിലെ അംഗത്തിന്, വസ്ത്രത്തിന് അല്ലെങ്കിൽ മുടിക്ക് തീ കത്തുന്നതായ, തീ പിടിക്കുന്നതായ അവസ്ഥ, ഇത് വീട്ടിൽ വെച്ച് സംഭവിക്കുന്നതാകാം. അതല്ല ക്ഷേത്രത്തിലോ മറ്റ് സ്ഥലങ്ങളിലോ വെച്ചോ ഇപ്രകാരം സംഭവിക്കുന്നുണ്ട് എങ്കിലും അതൊരു സൂചന തന്നെയാണ്. നിങ്ങൾക്ക് ശുഭകരമല്ല സമയം എന്ന സൂചനയുമാകാം. ചില ദുരിതപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നു, വാസ്തുദോഷമുണ്ട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം.
അതിനാൽ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നതായ കാര്യങ്ങളിൽ ഒന്നാണ് അനാവശ്യമായ ചെലവ് എപ്പോഴും വർദ്ധിക്കുന്നതായ സാഹചര്യം, നാൾക്ക് നാൾ വർദ്ധിക്കുന്നതായ സാഹചര്യം, എന്നും കടം വാങ്ങേണ്ടതായ സാഹചര്യമോ അല്ലെങ്കിൽ കടം വാങ്ങി മുന്നോട്ട് പോകേണ്ടതായ അവസ്ഥ, എത്ര തന്നെ പണം കയ്യിൽ വന്നാലും അതിനേക്കാൾ ഇരട്ടി ചെലവ്, അതായത് പണം ഒരിക്കലും കയ്യിൽ നിൽക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ടാകുന്നു എങ്കിൽ അത് ശുഭകരമായ കാര്യമല്ല. അത് ആ ഗൃഹവുമായി ബന്ധപ്പെട്ട ദോഷത്താൽ സംഭവിക്കുന്നതായ കാര്യങ്ങളുമാകാം. മറ്റൊന്ന്, ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യാം എന്ന് തീരുമാനിച്ചാലും ഉറപ്പിച്ചാലും അവസാന നിമിഷം നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കാത്തതായ അവസ്ഥ. നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും പിന്നീട് ആ കാര്യം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. നിങ്ങൾക്ക് പലവിധ തടസ്സങ്ങളോ അല്ലെങ്കിൽ പലരും പിന്മാറുന്നതായ സാഹചര്യമോ അല്ലെങ്കിൽ അത് മുടങ്ങിപ്പോകുന്നതായ സാഹചര്യമോ വന്നു ചേരാം. അതുമൂലം നഷ്ടങ്ങൾ, വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിന് കോട്ടം സംഭവിക്കുന്നതായ കാര്യങ്ങൾ പോലും സംഭവിക്കാം. അതിനാൽ അത് ശുഭകരമല്ല. ഗൃഹവുമായി ബന്ധപ്പെട്ടും ഇപ്രകാരം സംഭവിക്കാം. വസ്ത്രങ്ങളിൽ കറുത്ത പാടുകൾ പെട്ടെന്ന് വരുന്നു. വളരെയധികം ആഗ്രഹിച്ച് വാങ്ങിയതായ ഒരു വസ്ത്രമാകാം, പക്ഷെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യം എന്തെന്നാൽ നിങ്ങളുടെ വസ്ത്രത്തിൽ പെട്ടെന്ന് തന്നെ കറുത്ത പാടുകൾ വരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നിങ്ങൾക്കും വ്യക്തമായ ധാരണ ഉണ്ടാകണം എന്നില്ല. അത് കഷ്ടകാലത്തെ, വാസ്തു സംബന്ധമായ ദോഷത്തെ, ദുരിതത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ ഈ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അരി, ഉപ്പ്, എണ്ണ എന്നിവ നിത്യവും താഴെ വീഴുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ പാത്രങ്ങളാകാം, അല്ലെങ്കിൽ ധനമാകാം, അതായത് പണമാകാം, പലപ്പോഴും താഴെ വീഴുന്നതായ സാഹചര്യം. ഇപ്രകാരം സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത് എന്നും നിങ്ങളുടെ വീടുകളിൽ ശുഭകരമല്ല കാര്യങ്ങൾ എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. വാസ്തു ദോഷത്തെ സൂചിപ്പിക്കാവുന്നതാണ്. നിങ്ങളെ ദുരിതങ്ങൾ വർദ്ധിക്കുന്നു എന്ന സൂചനയാകാം. കൂടാതെ ചില്ലുപാത്രം, കണ്ണാടി തുടങ്ങിയ കാര്യങ്ങൾ താഴെ വീണ് പൊട്ടുന്നതും വളരെ ദോഷകരമാണ് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ വീടുകളിൽ പല ആവർത്തി സംഭവിക്കുന്നുണ്ട് എങ്കിൽ, അതായത് ഇപ്രകാരം പല ദിവസങ്ങളിലും നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് വാസ്തുദോഷവുമായി ബന്ധപ്പെട്ടാകാം. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ചില ദുരിതപൂർണമായ അവസ്ഥകൾ, നെഗറ്റീവായ ഊർജത്തിന്റെ പ്രവാഹമുണ്ട് എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ദുർഗന്ധം അനുഭവപ്പെടുന്നതായ സാഹചര്യം, ചില അവസരങ്ങളിൽ പുറത്തു നിന്ന് വരുന്നവർക്കായിരിക്കാം ഈ ദുർഗന്ധം അനുഭവപ്പെടുക. ചില അവസരങ്ങളിൽ നിങ്ങൾക്കും അനുഭവപ്പെടാവുന്നതാണ്. എന്നാൽ നിങ്ങൾ വീട് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷവും ഇപ്രകാരം ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ കാര്യങ്ങൾ ശുഭകരമല്ല എന്നുള്ളതാണ്. ചില അവസരങ്ങളിൽ വിളക്ക് തെളിയിക്കുമ്പോഴോ നാമം ജപിക്കുമ്പോഴോ ഇപ്രകാരം ദുർഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ആ വീടുകളിലുള്ള നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവത്താലാകാം, വാസ്തു സംബന്ധമായ ദോഷത്താലാകാം. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങളിൽ അല്പം കൂടി പ്രാധാന്യം നൽകി അത് പരിഹരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം തിരിച്ചടികൾക്ക് കാരണമായി തീരും. എപ്പോഴും ക്ഷീണം, ഉറക്കം, അതിനാൽ പല പ്രവൃത്തികളും ചെയ്യാൻ സാധിക്കാത്തതായ സാഹചര്യം, നിങ്ങളുടെ പേരിന് വരെ കോട്ടം സംഭവിക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. എത്ര തന്നെ ശ്രമിച്ചാലും ഈ കാര്യങ്ങളിൽ നിന്നും പുറത്ത് കടക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതും വാസ്തു സംബന്ധമായ ദോഷത്താൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്രകാരം നിങ്ങൾക്കുണ്ട് എങ്കിൽ, ഈ ലക്ഷണങ്ങളുണ്ട് എങ്കിൽ ഒരു വാസ്തു വിദഗ്ധനെ വീട് കാണിക്കുകയും അതിന് വേണ്ടതായ പരിഹാരങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ നിങ്ങൾ നിത്യവും ദേവി മഹാത്മ്യം പാരായണം ചെയ്യുകയോ നാരായണീയം ശിവസഹസ്രനാമം ഉരുവിടുന്നതും ഉത്തമം തന്നെയാണ്. ഇനി അഥവാ ഈ കാര്യങ്ങൾ പാരായണം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ കേൾക്കുകയെങ്കിലും ചെയ്യുക. അത് ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കും. പൂർണ്ണമായ പരിഹാരം അല്ല എങ്കിലും
അല്പം ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. ആ വീടുകളിൽ ഈശ്വര കടാക്ഷം വർദ്ധിക്കുകയും ചെയ്യും. തീർച്ചയായും വാസ്തു വിദഗ്ധനെ നിങ്ങൾ ആ വീട് കാണിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്.